നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ ബി കെ എസ് ഫെർട്ടിലിറ്റി ക്ലിനിക് തൃശൂർ ചേറ്റുപുഴയിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ ബീജങ്ങളുടെ അനക്കത്തിനെ പറ്റി, മോട്ടിലിറ്റിയെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. മോട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ബീജങ്ങൾ ഒരു തലയും കഴുത്തും വാലും എന്ന് വെച്ചാൽ ഇതിൽ നോക്കിയാൽ ബീജങ്ങൾക്ക് ഈ ഒരു തലയും കഴുത്തും വാലും 3 ഭാഗമുണ്ട്. ഇതിൽ ഈ വാലും കഴുത്തിന്റെയും ആരോഗ്യമാണ് ഈ അനക്കം കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ബീജങ്ങൾക്ക് 3 തരത്തിൽ അനക്കം ഉണ്ടാവണം. ഒന്നെങ്കിൽ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ നേരെ മുന്നോട്ട് ഇങ്ങനെ പിടച്ച് നീന്തുന്ന പോലെ മുന്നോട്ട് പോകുന്ന പ്രോഗ്രസീവ് മോട്ടിലിറ്റി. ഇത് നമുക്ക് ഒരു മിനിമം 32% വേണം. ഇതിൽ രണ്ടാമത്തെ ഭാഗം നോൺ പ്രോഗ്രസീവ്, NP എന്ന് എവിടെ എഴുതിയിട്ടുണ്ടാവും. നോൺ പ്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കിടന്ന് കറങ്ങുന്നു എന്നല്ലാതെ മുന്നോട്ട് പോകുന്നില്ല. നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. ഈ ബീജങ്ങൾ മുന്നോട്ട് അണ്ടം വരെ എത്തില്ല എന്നർത്ഥം. ചിലത് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കിടന്ന് ചാടുന്നേ ഉണ്ടാവുള്ളൂ, മുന്നോട്ട് പോവില്ല. മൂന്നാമത്തെ ഭാഗം ഇമ്മൊർട്ടൈൽ, IM എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് ഒന്നെങ്കിൽ ജീവനില്ല, അല്ലെങ്കിൽ ജീവൻ ഉണ്ടെങ്കിലും അതിന് ആവശ്യത്തിന് അനങ്ങളുടെ അത്ര ആരോഗ്യമില്ല. ഇത് നമുക്ക് തീരെ ഗുണം ചെയ്യില്ല. ഇങ്ങനെ 3 തരത്തിലെ മോട്ടിലിറ്റി ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളുടെ ഈ മോട്ടിലിറ്റി കുറയുന്നതെന്നൊരു ചോദ്യം വരും. എല്ലാരും ഫോണിലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നത്, ആ മോട്ടിലിറ്റി കുറവുണ്ട്, അതൊന്ന് കൂട്ടാനുള്ള മരുന്ന് തരുമോ? മാർക്കറ്റിൽ നമ്മൾ കിട്ടുന്ന കുറെ മരുന്നുകൾ, എല്ലാവരും പൊതുവെ എഴുതുന്ന മരുന്നുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ കാണാം, അത് വെറും മൾട്ടി വിറ്റാമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും പറഞ്ഞ ഹെൽത്ത് സപ്ലിമെന്റ് മാത്രമേ ഉള്ളൂ. നല്ല വില കൂടിയ ടാബ്ലറ്റ്സ്. ഈ വില കൂടിയ ടാബ്ലറ്റ്സ് മാത്രം കഴിച്ചുകൊണ്ട് ബീജങ്ങളുടെ അനക്കം കൂടാൻ പോകുന്നില്ല. അത് നമ്മളുടെ ഹെൽത്ത് മൊത്തത്തിൽ ആരോഗ്യം നന്നാക്കുന്നല്ലാതെ ബീജങ്ങളുടെ ആരോഗ്യം ശരിക്കും നന്നാക്കുന്നില്ല. ഈ മോട്ടിലിറ്റി ഇംപ്രൂവിങ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ ശരിക്കും നമുക്കിവിടെ യൂസ്ഫുൾ അല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഈ മോട്ടിലിറ്റി കുറയ്ക്കുന്ന ഒരു കാരണം ഉണ്ടാവും. ഈ മോട്ടിലിറ്റി കുറയ്ക്കാൻ പൊതുവെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇതില് ഈ വൃഷത്തിന്റെ ഉള്ളിലത്തെ ഈ ട്യൂബിൽ നിന്ന് ബീജങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ചീത്ത ബീജങ്ങളായിട്ട് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ആ ബീജങ്ങൾ പുറത്തേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഈ വഴി മുഴുവൻ താണ്ടി ഇപ്പുറത്ത് എത്തുമ്പോഴേക്കും അതിന്റെ നല്ല ആരോഗ്യം എന്തോ കാരണവശാൽ പോകുന്നുണ്ട്. ആ കാരണം എന്താന്ന് കണ്ടുപിടിച്ച് അതാണ് ശരിയാക്കേണ്ടത് നമ്മൾ. അപ്പൊ മോട്ടിലിറ്റി കുറയ്ക്കുന്ന കാരണങ്ങൾ ഇപ്പൊ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. എന്നുവെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എടുത്ത സാമ്പിള് വളരെ ഷോർട്ട് ഡ്യൂറേഷൻ, നിങ്ങൾ കഴിഞ്ഞ സാമ്പിൾ എടുത്ത് ആകെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമായിട്ടുള്ളൂ. അങ്ങനെ പെട്ടെന്ന് സാമ്പിൾ എടുത്താൽ ചിലപ്പോൾ അനക്കം കുറച്ച് കുറയും. എന്നുവെച്ചാൽ ഇമ്മെച്യൂർ, വളരെ ചെറുപ്പമായിട്ടുള്ള ബീജങ്ങൾ, പ്രായം കറക്റ്റഡ് ആവാത്ത ബീജങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ അനക്കം കുറഞ്ഞിട്ടുണ്ടാവുക. രണ്ടാമത്തെ ഒരു കാരണം ചിലപ്പം ഷുഗർ ആയിരിക്കാം. ഷുഗർ ബീജങ്ങളുടെ അനക്കത്തിന് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻസ്, ഇതാണ് ഏറ്റവും വലിയ ഞാൻ കാണുന്ന ഒരു കാരണം. ആണുങ്ങളുടെ വൃഷണത്തില് ഇൻഫെക്ഷൻസ് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ മൂത്രത്തിലെ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് വൃഷണത്തിലേക്ക് കയറി വൃഷണത്തിലെ ഇൻഫെക്ഷൻസ് വരുമ്പോഴും ഈ പറയുന്ന ബീജങ്ങളുടെ അനക്കം വളരെ നന്നായി കുറയും. അപ്പം ആ ബീജങ്ങളുടെ അനക്കത്തിന് കുറയാനൊരു കാരണം അതിന്റെ ആരോഗ്യം കുറയുന്നതാണ്. പക്ഷെ എന്നാലും ഈ അനക്കം കുറയുന്നതുകൊണ്ട് പ്രഗ്നൻസി ഉണ്ടാവില്ല. വേറെ ഒരു വളരെ റെയർ അല്ല, ഒരു സാധാരണ നമ്മൾ കാണാത്തൊരു സംഭവമാണ് ഇമ്മൊർട്ടൈൽ സീരിയസ് സിൻഡ്രോം എന്ന് പറയും. ചിലർക്ക് പാരമ്പര്യമായിട്ട് ഭയങ്കര ശ്വാസം മുട്ടും, ജനറൽ കുറെ വീട്ടിലെ കുറെ പേർക്ക് ഇങ്ങനത്തെ ഉള്ളവർക്ക് കാണുന്ന ഒരു ചെറിയ പ്രോബ്ലം. അതിന് ബീജങ്ങളുടെ ഈ അനക്കം കാരണമായ ആ വാലിന്റെ അനക്കം തന്നെ ബ്ലോക്ക് ആവും. അവ 100% ബീജങ്ങളും അനങ്ങുകയില്ല. അങ്ങനെയാണെങ്കിൽ ജീവനുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷെ മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം ആ ബീജങ്ങൾക്കില്ല. ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങളുള്ളൂ ബീജങ്ങളുടെ അനക്കം കുറയ്ക്കാൻ. പക്ഷെ ഇതിൽ ഞാൻ ഒന്നും കൂടി പറയുന്നു, ബീജങ്ങളുടെ അനക്കം കുറയ്ക്കാൻ ഏറ്റവും വലിയ കാരണം ഈ ഇൻഫെക്ഷൻസ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട്സ് നിങ്ങൾ നോക്കിയാൽ അതിൽ അവര് കൗണ്ട് ചിലപ്പോൾ ഓക്കെ അല്ലെങ്കിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവെന്ന് പറഞ്ഞേക്കാം, ഈ ആരോഗ്യം നല്ലതെന്ന് അവർ പറഞ്ഞേക്കും. പക്ഷെ അതിൽ ഏറ്റവും വിലപ്പെട്ട ഈ മോട്ടിലിറ്റി പൊതുവെ എല്ലാവരും കാണിക്കും ഭയങ്കര കുറവ്. പ്രോഗ്രസീവ് മോട്ടിലിറ്റി 32% താഴേക്ക് ഉണ്ടെങ്കിൽ അത് 30 എന്ന് പറഞ്ഞാൽ വേറെ ഒരു പേഷ്യന്റ് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. പുള്ളിയുടെ സംശയം ഇപ്പൊ 32 ആണ്, കഴിഞ്ഞ ദിവസം 35 ആയിരുന്നു, പിന്നെ അത് 33 ആയിരുന്നു, പിന്നെ 37 ആയി, പിന്നെ 32 ആയി. ഇത് ബീജങ്ങളുടെ ആരോഗ്യം കുറയാണോ എന്ന് ചോദ്യം. ഒരിക്കലും അല്ല. ഇത് ഓരോരുത്തർ കൗണ്ട് ചെയ്യുമ്പോഴുള്ള വ്യത്യാസമുള്ളൂ. അല്ലാതെ ഇതിന്റെ അർത്ഥം ബീജങ്ങളുടെ ഇപ്പൊ ആരോഗ്യം മുഴുവൻ പോയി പെട്ടെന്ന് നന്നായി ഇപ്പൊ പെട്ടെന്ന് കുറഞ്ഞു, അങ്ങനെ കൂടുകയും കുറയും ചെയ്യില്ല. ബീജങ്ങളുടെ ആരോഗ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അനക്കം കുറഞ്ഞു പോകും. ആരോഗ്യം നന്നാക്കി കഴിഞ്ഞാൽ തന്നെ അനക്കം കൂടി വരും. അപ്പൊ അതൊക്കെ അനങ്ങുന്നതും ഈ അനങ്ങാത്തതും നന്നായി അനങ്ങി തുടങ്ങും. അതാണ് നമുക്ക് ആവശ്യം. അപ്പൊ ബീജങ്ങളുടെ അനക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഈ ലാബ് ടെസ്റ്റിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു പോയിന്റ്. ആ പോയിന്റ് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രഗ്നൻസി മര്യാദയ്ക്ക് കിട്ടും. ഇപ്പൊ നമ്മളും എപ്പോഴും ആലോചിക്കാറുണ്ട്,
നമ്മളുടെ ഈ ഗർഭപാത്രത്തിന്റെ വായിൽ തന്നെ ബീജം വന്നെന്ന് അറിയുന്നത്. ഈ ബീജങ്ങൾ ഇവിടെ നീന്തി ഇവിടെ ഈ ട്യൂബിന്റെ ഈ അറ്റം വരെ എത്തണം. അപ്പൊ ഇവിടെ എത്ര എണ്ണം വന്നിട്ടും അനക്കമില്ലെങ്കിൽ കാര്യമില്ല. ഇവിടെ എത്ര എണ്ണം വന്നിട്ടും അതിന് ആരോഗ്യം ഇല്ലെങ്കിൽ അതിവിടെ വരുന്നിട്ട് കാര്യമില്ല. അപ്പൊ തീർച്ചയായിട്ടും ബീജങ്ങളുടെ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ നീന്തി വരാനുള്ള കഴിവാണ് പ്രഗ്നൻസിക്കുള്ള ഏറ്റവും വലിയ ആവശ്യം. എനിക്കറിയാം ഇനിയും കുറെ സംശയങ്ങൾ ഇതിനെ പറ്റിയിട്ട്. നിങ്ങളിത് കമന്റ് ബോക്സിൽ ഇടും, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. പക്ഷെ അത് നമുക്ക് ശരിയാക്കാവുന്ന ഒരു ചെറിയ പ്രശ്നം തന്നെയുള്ളൂ. പക്ഷെ അത് ശരിയാക്കാതെ വിട്ടാൽ കൊല്ലങ്ങളോളം അങ്ങനെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് പ്രഗ്നൻസി ആവാനും ബുദ്ധിമുട്ടുണ്ടാവും. അത് കാരണം ഉണ്ടായ പ്രഗ്നൻസിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. താങ്ക് യു.